ഓണം റിലീസായി ഇത്തവണ ഒരുപാട് ഹിറ്റ് സിനിമകൾ എത്തി. അതിൽ മിക്കതും കണ്ടന്റുകളിൽ മികച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. ഇന്ന് നമുക്കറിയാം, സിനിമകളും അതിലെ കഥയും നടന്മാരും കുട്ടികളും മുതിർന്നവരെയും സ്വാധീനിക്കുന്നുണ്ട്. സിനിമ പോസിറ്റീവായും നെഗറ്റീവായും സ്വാധീനിക്കും. സമൂഹത്തിന്റെ പ്രതിഫലനം കൂടിയാണ് സിനിമയെന്ന് പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം സിനിമയ്ക്ക് വിഷയം അല്ലെങ്കിൽ കഥയ്ക്കുള്ള പോയിന്റുകൾ ലഭിക്കുന്നത് സമൂഹത്തിൽ നിന്ന് തന്നെയാണ്. പ്രണയകഥകൾ, കോമഡി, കുടുംബചിത്രങ്ങൾ, മനുഷ്യബന്ധങ്ങളുടെ പല പല തലങ്ങൾ തുടങ്ങി അങ്ങനെ നിരവധി വിഷയങ്ങൾ പ്രമേയമായി എത്തി. അതൊക്കെ സന്തോഷത്തോടെ കാണുന്ന ആരാധകരുമുണ്ട്. അതെല്ലാം സിനിമയുടെ വിജയമായി മാറുന്ന കാഴ്ചയും നാം കണ്ടു. സിനിമയുടെ വിജയത്തിന്റെ അളവുകോലായി ഇന്ന് ബോക്സ് ഓഫീസ് കളക്ഷൻ കണക്കുകൾ മാറിക്കഴിഞ്ഞു. അത്തരത്തിൽ മികച്ച പ്രേക്ഷക നിരൂപ പ്രശംസകളും നേടി മുന്നേറുകയാണ് അർജുൻ അശോകന്റെ ചിത്രം തലവര. അർജുൻ അശോകന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് സംവിധായകൻ അഖിൽ അനിൽകുമാർ അദ്ദേഹത്തിന് നൽകിയത്. തലവരയിലെ പാണ്ഡ എന്ന ജ്യോതിഷന സമൂഹത്തിലെ പല പ്രമുഖരും അനുഭവിക്കുന്ന ജീവിതം കൂടിയാണ് കാണിച്ചു തരുന്നത്. ചിത്രത്തിൽ വിറ്റിലിഗോ രോഗാവസ്ഥയിലുള്ള ഒരു യുവാവിന്റെ ജീവിതവും പ്രണയവും സംഘർഷങ്ങളും ഒക്കെയാണ് പറഞ്ഞു പോകുന്നത്. പാലക്കാടിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. മഹേഷ് നാരായണനും ഷെബിൻ ബക്രും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന തലവര ശരിക്കും തികഞ്ഞ കൈയടക്കത്തോടെ ഉള്ളിൽ തട്ടും വിധമാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പാണ്ഡ എന്ന കഥാപാത്രമായി അർജുൻ എത്തിയപ്പോൾ ജ്യോതി എന്ന നായിക കഥാപാത്രമായി രേവതി ശർമ്മയും എത്തി. ഇപ്പോഴിതാ തലവര എന്ന ചിത്രത്തിലെ നായകനായ അർജുൻ അശോകന്റെ പ്രകടനത്തെ പ്രശംസിച്ച് നടി മമത മോഹൻദാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. തലവര എന്ന ചിത്രം ചെയ്യാൻ തിരഞ്ഞെടുത്തതിന് അർജുൻ അശോകന് നന്ദി. ഒട്ടുമിക്ക ആളുകൾക്കും വിരസവും ബന്ധമില്ലാത്തതുമായി തോന്നാവുന്ന ഒരു പ്രശ്നം ലളിതവും രസകരവുമായി അവതരിപ്പിച്ചിരിക്കുകയാണ് താരം. ആരുടെയും വ്യക്തിപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ ഒരുക്കിയ അരങ്ങേറ്റ ചിത്രത്തിന് സംവിധായകൻ അഖിൽ അനിൽകുമാറിനും അഭിനന്ദനങ്ങൾ നന്ദിയും അറിയിക്കുന്നുണ്ട് താരം. ശരീരത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ നിറം നഷ്ടപ്പെടുന്ന വ്യക്തിപരമെന്ന് തോന്നുന്നുവെങ്കിലും സാധാരണ ജീവിതത്തെ താറുമാറാക്കുന്ന ഈ രോഗാവസ്ഥയെ വിറ്റിലിഗോ ഉള്ള ആർക്കും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരാളെ സ്നേഹിക്കുന്ന ആർക്കും ജ്യോതിഷിന്റെ അനുഭവങ്ങൾ വ്യക്തിപരമായി തോന്നുമെന്നാണ് മമത പറയുന്നത്. വീട്ടിലായാലും ജോലി സ്ഥലത്തായാലും സുഹൃത്തുക്കിടയിലായാലും വ്യക്തിബന്ധങ്ങളിലായാലും സമൂഹത്തിലായാലും ജീവിതത്തിൽ നേരിടാൻ വിറ്റിലിഗോ ഉള്ള ഒരാൾ മാനസികമായി തയ്യാറെടുക്കേണ്ടി വരുന്ന വ്യക്തിപരമായ അല്ലെങ്കിൽ വൈകാരികപരമായ പ്രത്യേകിച്ചും മാനസികമായ വെല്ലുവിളികളെ ഉയർത്തിക്കാട്ടുന്ന വേദനാജനകമെങ്കിലും ശക്തമായ ഒരു കഥയാണ് അഖിൽ മനോഹരമായി കോർത്തിണക്കിയത്. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന എല്ലാ പാണ്ഡകൾക്കും കൂടുതൽ ശക്തിയുണ്ടാകാനാവട്ടെ. നമ്മൾ ഇതിലൂടെയും ഇതിൽ കൂടുതലൂടെയും കുംഫു ചെയ്ത് മുന്നേറുന്ന പോരാട്ടം തുടരുകയെന്നാണ് മമത മോഹൻദാസ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും താരം എന്തിനാണ് ഈ സിനിമയെക്കുറിച്ച് അഭിപ്രായപ്പെട്ടതെന്ന്. അതെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് എന്ന ത്വക്ക് രോഗത്തോട് പോരാടുകയാണ് നടി മമത എന്നാണ് അറിയുന്നത്. എന്താണ് മമതയെ ബാധിച്ച വിറ്റിലിഗോ രോഗമെന്ന് അറിയാമോ? വിറ്റിലിഗോ എന്നാൽ വെള്ളപ്പാണ്ടെന്നാണ് പറയുന്നത്. ഈ വാക്ക് കേൾക്കാത്തവർ വിരളമായിരിക്കും. അതായത് ത്വക്കിന്റെ ചില ഭാഗങ്ങളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന നിറം നഷ്ടമാകുന്ന അവസ്ഥയാണിത്. കൂടാതെ കാലക്രമേണ ചർമ്മത്തിലെ ഈ നിറവ്യത്യാസം ശരീരത്തിലെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനും തുടങ്ങും. മാത്രമല്ല, ഈ അവസ്ഥ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയും ചർമ്മത്തെയും ബാധിക്കുമെന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ഒരാളിൽ വിറ്റിലിഗോ അഥവാ വെള്ളപ്പാണ്ട് സംഭവിക്കുന്നത് ശരീരത്തിലെ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ നശിക്കുകയോ പ്രവർത്തനം നിർത്തുകയോ ചെയ്യുമ്പോഴാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ മുടിയുടെയും ചർമ്മത്തിന്റെയും നിറമെല്ലാം നിർണ്ണയിക്കുന്നത് സാധാരണയായി ഈ മെലാനിനാണ്. അതായത് വിറ്റിലിഗോ വില്ലനാകുന്നത് അത് ഏതുതരം ചർമ്മ പ്രകൃതമുള്ളവരെയും ബാധിക്കാം എന്ന് തന്നെയാണ്. കൂടാതെ ഇത് കൂടുതൽ ശ്രദ്ധയിൽപ്പെടുന്നത് തവിട്ട് നിറത്തിലോ ഇരുണ്ട ചർമ്മമായ ഉള്ളവരിലായിരിക്കും. പക്ഷേ വിറ്റിലിഗോ പകരുന്ന രോഗമല്ല, മറിച്ച് ഈ അസുഖം ആളുകളിൽ മാനസികമായ സമ്മർദ്ദമുണ്ടാക്കാൻ കാരണമാകുന്ന ഒന്നുകൂടിയാണ്. കൂടാതെ സാധാരണ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന ഒന്നുകൂടിയാണ് ഈ വെള്ളപ്പാണ്ട്. ഈ വെള്ളപ്പാണ്ട് എന്ന ത്വക്ക് രോഗവുമായി പുറത്തിറങ്ങാൻ പോലും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പറ്റാതെ ജീവിക്കുന്ന നിരവധി പേർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.